ഹേയ് ഗായ്സ്, വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ. അങ്ങനെയാണ് ഇന്നൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഇന്ന് ലീവുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു ബാർബർ ഷോപ്പിൽ പോകുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 4 മണി കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകളായിട്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടാണ്, വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും മഴ പെയ്ത് നിൽക്കണ ഒരു അന്തരീക്ഷമാണ്. നമ്മൾ സിറ്റി സെൻറ്ററിലൊക്കെയാണ് പോണത്. ഇവിടെ സ്പ്രിങ്ങിൻ്റെ ആരംഭമായ കാരണമാണ് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. പോണ വഴിക്ക് ഇനിയും നമുക്ക് കാണാം. ഏതായാലും നമുക്ക് പടുത്തൊക്കെ നടക്കാം. അങ്ങനെ നടന്ന് ഞാൻ ഇതാ ഇപ്പോൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ മുടിവെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പ്രൈമാർക്കിലേക്ക് പോവാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്ന് നടന്നില്ലെങ്കിൽ പ്രൈമാർക്ക് അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അടക്കിനേക്കാളും മുന്നേ തന്നെ പ്രൈമാർക്കിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി. ഇവിടെ കുറേ അധികം പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. 2-3 പാൻറ്റ് നോക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഏതായാലും അത് നോക്കാം. നോക്കിയിട്ട് 2 പാൻറ്റ് എടുത്തു. അതിൽ ഒരു പാൻറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് മുടി വെട്ടിയിട്ട് ഉള്ള കോലം. ഒരു താടിയും കുറച്ച് 20 പൗണ്ടായി. അത് കഴിഞ്ഞിട്ട് പ്രൈമാർക്കിൽ പോയിട്ട് 2 പാൻറ്റും വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാൻറ്റിന് 2 കൂടിയിട്ട് ഒരു 20 പൗണ്ടിൻ്റെ അടുത്തായുള്ളൂ. ഇനി നമുക്ക് പോകാനുള്ളത് ഐസ്ലാൻഡിലേക്കും അൽഗേരിക്കുമാണ്. മഴക്കാറുണ്ട്, പിന്നെ ഇതാ ഇരുട്ടുമായി തുടങ്ങി. എന്തായാലും സിറ്റി സെൻറ്ററിൽ നിന്നൊക്കെ എല്ലാവരും ഒരുവിധം പോയി തുടങ്ങി. കടകളൊക്കെ മിക്ക കടകളും അടച്ചു. ഇനി 1-2 കടകൾ മാത്രമേ ഇവിടെ തുറന്നിരിക്കുകയുള്ളൂ. അത് ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും അടയ്ക്കും. അപ്പോൾ നമുക്ക് ഇനി ഐസ്ലാൻഡിൽ കയറിയിട്ട് വേണം ഹൽദിയിൽ പോകാൻ. ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങി വെക്കണം. അത് കഴിഞ്ഞാൽ നാളെയും കൂടി കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം ഷിഫ്റ്റിന് പോകണം. ഗായ്സ്, പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇന്ന് ഹൽദിയിൽ പോകുന്നതിന് പകരം സെയിൻസ്ബറിയിലേക്കാണ് കയറിയത്. നമുക്ക് അവിടെ കിട്ടുന്ന അതേ പ്രൈസിൽ തന്നെ ഇവിടെയും കിട്ടും. 1-2 സാധനങ്ങൾ മാത്രമേ നമുക്ക് ഹൽദിയിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിക്കാനുള്ളതുള്ളൂ. ഏതായാലും അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ആക്കാം ഷോപ്പിംഗ് എന്ന് തീരുമാനിച്ചു. കാരണം ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കൂടി നടക്കാണ്ട് ഹൽദിക്ക്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കേക്ക് കണ്ടത്. ഒന്നും നോക്കിയില്ല, അത് വാങ്ങി. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വീട്ടിൽ പോയി നോക്കാം. സെയിൻസ്ബറീസ് നിന്ന് ഇറങ്ങിയിട്ട് ഐസ്ലാൻഡിലും കൂടി പോയിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്റ്റൈല്. ഓടി നന്നായിട്ട് കുറച്ച്, പിന്നെ താടിയും ഒരുവിധം കുറച്ചിട്ടുണ്ട്. മൂർ മാർക്കറ്റിൽ നിന്നാണ് വെട്ടിയത്. ആ ഷോപ്പൊന്നും അത്ര അപ്പുറത്തെ പിള്ളേർ വന്നതാണ്. അത് ആ ഷോപ്പൊന്നും അത്ര സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്.
20 പൗണ്ടായി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. കുറേ ദൂരം നടന്നു വന്നതാണ്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. മിക്കവാറും ബർഗറായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. അതൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പോയിട്ട് കഴിക്കാനുള്ള പരിപാടികളിൽ നോക്കാം. പിന്നെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇന്ന് ചായക്ക് പകരം ഒരു ഫലൂദയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ മിക്സ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടി, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇനി ബർഗറും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുവരണം, എന്നിട്ട് കഴിച്ചിട്ട് വേണം വാഷിങ്ങിന് പോകാൻ. അങ്ങനെ ബർഗർ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ വാങ്ങിച്ച കേക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതൊന്ന് കഴിച്ച് നോക്കി. ഉള്ളത് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പുതിയതായിട്ട് കണ്ടതുകൊണ്ട് എടുത്തതാന്ന് മാത്രം. അങ്ങനെ ഞാൻ ഇപ്പോൾ ലോണ്ടറി റൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തുണി ഇതാ ഇപ്പോൾ ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 8 മിനിറ്റ് കൂടി ഉണ്ട്. കണ്ടില്ലേ, 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് കാണുന്ന ഡ്രയറിൽ ഏരിയയിൽ ഒരെണ്ണം. അതിന് 1 മണിക്കൂറാണ് ഡ്രയറിൻ്റെ സമയം. ഈ വാഷിങ്ങിന് വേണ്ടി വന്ന സമയം ഒരു 35-40 മിനിറ്റാണ് തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ സമയം 12 മണി ആവാറായിട്ടുണ്ട്. ഇത് ഡ്രയറിലിട്ട് വരുമ്പോഴേക്ക് ഏകദേശം 1 മണി കഴിയും. തുണിയെല്ലാം എടുത്തിട്ട് ഡ്രയറിലിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ തുണിയെല്ലാം ഡ്രയറിൽ കയറ്റി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലാണ് നമ്മൾ ഡ്രയർ പ്രവർത്തിപ്പിക്കുക. ഞാൻ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. 2.5 പൗണ്ടാണ് ഇവിടെ ഡ്രയറിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗായ്സ്, അങ്ങനെ നമ്മുടെ ഡ്രയറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് തുണി എടുക്കാനുള്ള സമയമാണ്. ഇതാ കവറൊക്കെ ആയിട്ട് പോവുകയാണ്. ഞാൻ താമസിക്കുന്നത് 2nd ഫ്ലോറിലാണ്. ലോണ്ടറി റൂമുള്ളത് -2-ലാണ്, സോറി -1-ലാണ്. അപ്പോൾ ഇനി നമുക്ക് തുണി എടുത്തിട്ട് പോകാം. യെസ്, അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പൊറോട്ട, പനീർ ബട്ടർ, പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.